നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നവർ മാത്രം, ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ട. പക്ഷേങ്കിൽ സന്തോഷം കിട്ടിയാൽ സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം കുറേ ആൾക്കാർ പോയവരെല്ലാം തിരിച്ച് നമ്മുടെ ബിഗ് ബോസ് ടീമിലേക്ക് കയറിയിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും പ്രത്യേകിച്ച് ഒരു ധാരണയില്ല. പ്രത്യേകിച്ച് സാരികമാർ, അവർക്കൊന്നും ഒരു ധാരണയില്ല എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ചിലരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടാണ്, അതായത് അനുമോളുടെയും അനീഷിൻ്റെയും ഒക്കെ വെളിയിലുള്ള സപ്പോർട്ട് കണ്ടറിഞ്ഞ് വന്നവരാണ്. അവരതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചും കണ്ടുമാണ് അവിടെ ജീവിക്കുന്നത്. അതായത് പ്രവീൺ സത്യം പറഞ്ഞാൽ അനുമോളോട് ഇപ്പോൾ അങ്ങനെ പഴയ ഒരു ഇഷ്ടമൊന്നും ഇല്ലെന്ന് നമുക്ക് പുള്ളിയുടെ വർത്തമാനത്തിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്ക് തുറന്നു പറയാൻ പേടിയാണ്. കാരണം അനുമോളുടെ PR. അതേപോലെ തന്നെ അനീഷിനോട് കാണിക്കുന്നു. അനീഷ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ പ്രവീണിനോട് സോറി പറയുന്നു. കാരണം അനീഷിനും അറിയാമായിരുന്നു ഈ പ്രവീണും അനുമോളും തമ്മിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴും അനുമോളുടെ എക്സ്പ്രഷൻ അനീഷിനത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഓടിപ്പോയി സോറി പറയുന്നു. ഈ പറഞ്ഞ പ്രവീൺ അന്തിച്ച് നിൽക്കുന്നു. അതേപോലെ തന്നെ അനുമോൾ ഇന്നലെ പറയുന്നൊരു പ്രസ്താവനയുണ്ട്, എന്നെ പേരിൽ ആരെങ്കിലും ഞാൻ വെളിയിൽ ഇറങ്ങുമ്പം എന്നെ ആരെങ്കിലും സൈബർ ബുള്ളിങ് നടത്തിയാൽ ഞാൻ അവരുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ അങ്ങ് പോകുമെന്ന്. അതായത് ഞാൻ ചത്തുപോകുന്നു, ആത്മഹത്യയൊന്നും എല്ലാം ഉദ്ദേശിച്ചെങ്കിൽ എൻ്റെ പൊന്നുമോളെ ഒരു 200 പേജിൻ്റെ ഒരു 5-6 ബുക്കെങ്കിലും മേടിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇത് എഴുതി തീരാൻ എങ്ങനെ പോയാലും തപ്പിപ്പിടിച്ച് എല്ലാവരും എഴുതണ്ടേ. എല്ലാവരും എഴുതി തീരാൻ ഒരു 3-4 വർഷമെങ്കിലും പിടിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കുക, ഇപ്പോൾ തൽക്കാലം കളിക്കാൻ ആലോചിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആ ഫയറിൻ്റെ വിഷയം ഉണ്ടായപ്പം വെളിയിൽ പോയിരുന്ന അനുമോളോട് ഈ പറഞ്ഞ പോലെ ട്രിഗർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്, അതായത് നമ്മുടെ കുരുതി കോർണറിൽ. അന്നേരം ഇപ്പം അക്ബറും എല്ലാം ചെന്ന് നീ എന്താണ് അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാണ്. അപ്പോൾ അനീഷ് രക്ഷിക്കാൻ വരുന്നൊരു ഭാഗമുണ്ട്, എന്താണ് അനുമോളുടെ ഭാഗത്ത് തെറ്റെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ സംഭവത്തെക്കുറിച്ച് ഇന്ന് അനുമോള് റെന ഫാത്തിമയോടൊക്കെ പറഞ്ഞ പയറിൻ്റെ വിഷയം ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, അവരെല്ലാം എന്നോട് വന്ന് ട്രിഗർ ചെയ്യപ്പോൾ ഡിങ്കൻ എന്നെ രക്ഷിക്കാൻ വന്നെന്ന്. അനീഷിൻ്റെ ഫാൻസ് ഇത് കേൾക്കണം, അനീഷിൻ്റെ PR ഇത് കേൾക്കണം, അനീഷിൻ്റെ ആർമി ഇത് കേൾക്കേണ്ടതാണ്. അനുമോള് പറഞ്ഞതാണ് ഡിങ്കൻ. അപ്പം രഹന ഫാത്തിമ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അത് അനീഷ് രക്ഷിക്കാൻ വന്നു. പിന്നെ അനീഷിനോട് കുടയിൽ കയറി ഞാനങ്ങ് പോയെന്ന് ഓർത്തണം. അതുപോലെ അഭിലാഷും ഒക്കെ ഈ പറഞ്ഞ പോലെ വന്നപ്പം പോലെ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം അഭിലാഷ് നന്നായിട്ട് അറിയാം ഈ പറഞ്ഞ പോലെ അനുമോൾക്ക് നല്ല പോലെ സപ്പോർട്ട് വേണ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോളയുടെ പുറകെ നടന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് അഭിലാഷ്. അപ്പോൾ ഇന്ന് ഒരു ചീഞ്ഞ പണി കാണിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ ബെഡ്റൂമിലിരുന്ന് അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്കുണ്ടല്ലോ, അനുമോളോട് പറയാണ് ഞാൻ അപ്പാനി സ്ഥലത്ത് നിന്നെ തെറി വിളിച്ച ആ വിളിയെ ഞാനായിരുന്നെങ്കിൽ ക്ഷമിക്കത്തില്ലായിരുന്നൊക്കെ. പഴയ കാര്യമാണ്, അത് വീണ്ടും എരികേറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആര്യൻ അക്ബറിനോട് പറയുന്നുണ്ട്, അനുമോളുടെ PR പേടിച്ച് എനിക്ക് അവളോട് മിണ്ടാൻ പോലും പേടി, കാരണം എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ വരെ വന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ളൊരു കാര്യം. ഈ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചെളി വാരി ഇറങ്ങുകയും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞാൽ അനുമോൾക്ക് വേണ്ടിയിട്ട് അവരുടെ സമുദായക്കാർ വരെയും വോട്ട് ചോദിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കൊള്ളാം, ഞായറാഴ്ച അറിയാം നമുക്ക് ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന്. നിങ്ങളുടെ അഭിപ്രായം പറയാം. സബ്സ്ക്രൈബ് ചെയ്യണേ.